കുട്ടിക്കാലത്തൊരു മുട്ടായിക്ക് പോലും മോഹിച്ചിട്ടില്ല. കിട്ടില്ല. കിട്ടാതാവുമ്പോ സങ്കടാവും. ഊരും പേരും അറിയാത്ത അനാഥ ചെക്കന് മുട്ടായി കൊതി പോലൊരു മോഹം. അതായിരുന്നു ജാനകി. ജാനകിയെ കല്യാണം കഴിക്കുന്നതൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരിക്കൽ അവൾ കൈ നീട്ടി തന്നപ്പോ ആ കയ്യിലൊരു മുത്തം കൊടുത്തു. അതിന് കിട്ടിയ ശിക്ഷ അന്ന് ആരൊക്കെയോ മുജ്ജന്മത്തിലെ പക തീർക്കും പോലെ തല്ലി. വല്യമ്പ്യാരുടെ മുന്നിൽ ചെല്ലാൻ പേടിച്ച് അമ്പലത്തിലെ ആൽത്തറയിൽ കിടന്ന് പനിച്ചു വിറച്ചു. അന്ന് എന്റെ നെറ്റിയിൽ ഉപ്പുതുണി നനച്ചിട്ട് എന്നെ മടിയിൽ കിടത്തി എന്റെ മുടിയിൽ തലോടി ഉറക്കിയ ആ കേളപ്പേട്ടന് ഞാൻ കാരണം ഇപ്പൊ ഉണ്ടായ സങ്കടം. ജീവൻ കൊടുത്തു അത് തീർക്കേണ്ടവനാ വേലായുധൻ. അതിന് ലീലയെ കിട്ടുന്നതാ പരിഹാരമെങ്കിൽ അങ്ങനെ. അത്രേ ഞാനിപ്പോ ചിന്തിക്കുന്നുള്ളൂ. ബലൈത മോനെ, ബലൈത പറച്ചറപ്പേ, ആരാത് ചെയ്ത? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. വല്യമ്പ്യാരെ എന്താമതേ? കടവത്തേക്കൊന്ന് വന്നു നോക്കി. ബലായുധനെ കൊണ്ട് ആരും തല്ലൂലാന്ന് സത്യം ചെയ്യിച്ച നിങ്ങളല്ലേ? ഇന്നലെ രാത്രി ഉറങ്ങിക്കെടുക്കുന്ന ഓനെ ആരൊക്കെ നാലഞ്ച് നായിന്റെ മക്കൾ വന്നിട്ട് തല്ലി കൊല തീർത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ട് അവൻ തിരിച്ചടിച്ചില്ല. വെറും സാധുവാ വല്യമ്പ്യാരെ, പൊട്ടനാ. നേരും നെറിയും കെട്ട നാടാ. ഇങ്ങനത്തെ വലിയ സത്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യിക്കല്ലേ. ആരാണത് ചെയ്തത്? ഏതോ ഊച്ചാലികള്. ബലായുധനൊന്നും നേരെ നോക്കിയാൽ നിന്ന് മുമ്പിൽ തൂറിപ്പോണ ഊച്ചാലികളെങ്ങനെ പിന്നൊന്ന് കുത്തോളൂ. കിടന്നോ പതുക്കെ കൂടിക്കാണ്ട് പോയി പായരെ. കുറച്ച് കാറ്റും വെളുത്തും വന്നോട്ടെ. കാഴ്ച കാണാൻ വന്നിരിക്കണേ. അവര് ശരിക്കൊന്ന് കണ്ടോട്ടാവും. അതൊക്കെ എല്ലാവരുടെയും കുറെ കാലമായിട്ടുള്ള ആഗ്രഹമല്ലേ വേലായുധൻ ഇങ്ങനെ കിടന്ന് കാണാൻ. വല്യമ്പേര് അങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. കാലിനും കൈക്കും ചെറിയതായിട്ടൊരു വേദന. എല്ലിന് പൊട്ടുണ്ടല്ലോ. അമ്മതേ, വൈദ്യനെ വിളിക്കാൻ ആള് പോയോ? കേളപ്പാട്ടം പോയിട്ടുണ്ട്. നന്നായി ഒന്ന് എണ്ണയിട്ട് തിരുമി ആ പുഴയിലോട്ട് ഇറങ്ങിയ എല്ലാം മാറിക്കോളും. അത്രയ്ക്കൊക്കെ ഉള്ളൂ. എന്താ മെമ്പറെ, സുഹൃത്തന്നല്ലേ? ആ, പല്ല് വന്നോ? ഈ ഇതെപ്പോഴാ സ്ഥലത്തെത്തിയത്? ഇന്നലെ രാത്രി. അപ്പൊ പണിയൊപ്പിച്ച നീ ആയിരുന്നല്ലേ? ഞാനൊന്നും അറിഞ്ഞില്ല. ചെറിയ അമ്പ്യാരില്ലേ? തോക്കുമായിട്ട് വെടിവെക്കാൻ ഇറങ്ങുമ്പോ നോക്കിയും കണ്ടുമൊക്കെ വേണേ നമ്പ്യാരെ. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ പോയി കണ്ടു. ഇനി അവൻ നേരെ നിൽക്കണമെങ്കിൽ കുറച്ചു കാലം പിടിക്കും. മനസമാധാനമായിട്ട് കിട്ടാക്കുറ്റി കടങ്ങളൊക്കെ പിരിക്കാം. ചെറിയ നമ്പ്യാരെ കുറച്ച് കാശും കൂടെ തരികയാണെങ്കിൽ ചെട്ടിക്കമ്പനി ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കുകയും ചെയ്യാം. എന്നാലും രാത്രി ഉറക്കത്തിൽ ചെന്നടിച്ചതാ ഒരു ചെറിയ പോരായി. പകല് നേരെ നിന്നതുപോലെ ചാമ്പിയിരുന്നേ. 8 or 10 പേരായിരുന്നാലും കുഴപ്പമില്ല, ഒരു വെയിറ്റ് ഉണ്ടായേനെ. ഇതിപ്പോ നാട്ടുകാര് കുറച്ചു പേർക്കെങ്കിലും അവനോടൊരു സിമ്പതി കുടുങ്ങിപ്പോയി. അച്ഛൻ പറഞ്ഞ് ചോറ് കൊണ്ടു തരാൻ. അമ്മതൊക്കെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ.
അകത്ത് വെച്ചേക്ക്. അമ്മേ പാവല്ലേ അമ്മേ, എന്നെ നോക്കി ചിരിച്ച്. ഞാൻ ഒന്ന് ചെന്ന് വർത്താനം പറഞ്ഞിട്ട് വരട്ടെ. അഞ്ചെട്ട് ആൾക്കാരൊക്കെ കൂടി വന്ന് തല്ലുമ്പോ അരയിലുള്ള കത്തി ഒരു കുത്താത്ത എന്തേ? എന്താ ചെയ്യാഞ്ഞേ? ആ കത്തിയോണ്ട് കുത്തിക്കൊല്ലാനൊന്നും പറ്റില്ല മോളെ. ആകെ അടക്കി ചേർന്ന പാകത്തിനേ ഉള്ളൂ അത്. ആണോ? അമ്മേ, അത് കുത്തിക്കൊല്ലാനുള്ള കത്തിയല്ല, അടക്ക ചേണ്ടാനുള്ള കത്തിയാന്ന്. കൃഷ്ണൻ ഈ നേരത്തൊക്കെ റേഷൻ കടയിലായിരിക്കോ അതോ വീട്ടിൽ കാണും? റേഷൻ കടയിൽ കാണും. പേടിച്ച പേടമാനിന്റെ കണ്ണ് കണ്ടിട്ടുണ്ടോ കുറുപ്പേതാൻ? കുറുപ്പ് കാട്ടിലൊന്നും അധികം പോകാറില്ലല്ലോ. നായാട്ടിന് പോണവര് കണ്ടു കാണും. അപ്പൊ കുറുപ്പിന് നായാട്ടിലൊന്നും വലിയ കമ്പം ഇല്ല. അതൊരു പാവം പെണ്ണാണ് നമ്പ്യാരെ. എങ്ങനെ? വേലായുധനെ തല്ലിക്കിടത്തിയാൽ നിത്യവും ഓരോ കുഴക്കട്ട ഉണ്ടാക്കി തരാന്നായിരുന്നോ അന്ന് കുറുപ്പ് പറഞ്ഞത്? ചിട്ടിഫണ്ടിന് കാശ് കടം വാങ്ങുമ്പോ അവളുടെ വീടും പറമ്പിന്റെ ആധാരം കയ്യിലുണ്ടോ? അതൊക്കെ ഉണ്ട്. ആ, അതുണ്ടായാൽ മതി. ബാക്കി ഞാൻ പറയാം. മോളെ, കിണറ്റിലേക്ക് എന്തി നോക്കല്ലേന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? അമ്മ, ആ മീൻ വലുതായോ നോക്കിയതാ. എന്ത് മീനെ മോള് കൊണ്ടിട്ടത്? അമ്മേ, ലീലേച്ചി. മീനെ ഞാൻ കാണിച്ചു തരാട്ടോ. അയ്യോ, ഇത് ഭയങ്കര ആഴല്ലേ. അപ്പൊ എങ്ങനെയാ മീനെ കാണുക? നീ എന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ? ഏയ്, ഒന്നുമില്ല. ഇനി മോള് കുറച്ചേരം അപ്പുറത്ത് പോയി കളിച്ചോട്ടോ. ജാനകി അടുത്തോട് ഒരു കാര്യം ചോദിച്ചാ ഉള്ളത് പറയോ? ചോദിക്ക്, പറയാൻ പറ്റുമോന്ന് നോക്കട്ടെ. ജാനകി അടുത്തേക്ക് വേലായുധേട്ടന് ഇഷ്ടമായിരുന്നല്ലേ പണ്ട്? എന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? ഇഷ്ടായിരുന്നു അല്ലേ? പിന്നെന്താ നിങ്ങൾ കല്യാണം കഴിക്കാതിരുന്നേ? അതൊക്കെ കുട്ടിക്കാലത്തുള്ള ഓരോ കാര്യങ്ങളും അല്ലാണ്ട് ഞാൻ അതങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഇവിടെ ഒരു കൂട്ടാൻ വെക്കുമ്പോ കൂടെ കൃഷ്ണേട്ടന്റെ മോളുടെ ഇഷ്ടം എന്നല്ലാണ്ട് എന്റെ ഇഷ്ടം എന്താന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. കുറച്ച് കഴിയുമ്പോ നിനക്കതൊക്കെ മനസ്സിലാവും. വേലായുധേട്ടൻ ആള് ശരിക്കും ഒരു പാവല്ലേ ജാനകിയെടുത്തി? എനിക്ക് മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയായിരുന്നു. നിന്റെ ചോദ്യത്തിന്റെ കാര്യം എനിക്കിപ്പൊ പിടികിട്ടി. എന്തായാലും ഒരു കാര്യത്തിൽ നിനക്ക് അയാളെ വിശ്വസിക്കാം. ഏത് പാതിരാക്കി ഇറങ്ങി നടന്നാലും വേലായുധന്റെ പെണ്ണിനോട് ഒരാളും അനാവശ്യം പറയില്ല. ആരും നിന്റെ മാനത്തിന് വില പറയില്ല.